ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മുട്ട വഴറ്റിയതാണ്. മുട്ട വഴറ്റാൻ വേണ്ട ചേരുവകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പുഴുങ്ങിയെടുത്തിരിക്കുന്ന 4 മുട്ട, സവോള, പച്ചമുളക്, മുളക് പൊടി, കറിവേപ്പില, ഉപ്പ്, കടുക്, പിന്നെ വെളിച്ചെണ്ണ. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോൾ നമ്മളിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവോള നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിനു വേണ്ടി 4 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പച്ചമുളകാണ്. 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. സവോളയുടെ കളറൊന്ന് മാറുന്നത് വരേക്കും നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കണം. സവോള നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നമുക്ക് 5 മിനിറ്റും കൂടി ഒന്നുകൂടി മൂപ്പിച്ചെടുക്കണം. മുളക് പൊടി ഒന്ന് മൂത്ത് കിട്ടുന്നതിന് വേണ്ടിയാണ്. മുളക് പൊടി ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് ഈ മുട്ട ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇതുപോലെ നമുക്ക് കഷ്ണങ്ങളാക്കി മുറിച്ചിടാം. ഇതുപോലെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട വഴറ്റിയത് റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കറിയാണിത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.